നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. വയറ് നിറഞ്ഞെന്നോ? കൊള്ളാം. ഒരു ദോശ പോലും മുഴുവൻ കഴിക്കാതെ വയറ് നിറയുന്ന ആള്. കൊള്ളാം. കഴിക്ക്. ഊട്ട് മറ്റുള്ളവര് സമ്പാദിച്ചു വെച്ചിരിക്കുന്നല്ലേ. കഴിക്ക്. ദേ, അത്താഴം മുടങ്ങിയാലും ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങരുതെന്നാ സത്യം മോളെ. ഞങ്ങളുടെ IPS കോച്ചിങ് സെന്ററില് ഡയറ്റീഷ്യൻ വന്നപ്പോ വ്യക്തമായിട്ട് പറഞ്ഞു, നമ്മൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിലാ ആ ദിവസം മുഴുവനുള്ള എനർജി അടങ്ങിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് പ്രഭാത ഭക്ഷണം മുടങ്ങാനേ പാടില്ല. കോളേജിൽ ഫസ്റ്റ് ആവണ്ടേ മോക്ക്? കഴിക്ക. മതി. അല്ലെങ്കിൽ തന്നെ തിന്ന് എല്ലിന്റെ ഇടയിൽ കേറിയിരിക്കുക അവക്ക്. രൂപേഷേട്ടൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് കഴിക്ക്. ചോട്ടു, ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? ദർശനേ, ഞാനും ഇതുവരെയായിട്ടൊന്നും കഴിച്ചില്ല. ഓ, വേണോ? പോണേ. ശരി. ഭാര്യയുടെ അനിയത്തിയെ കൊണ്ടുവിടാൻ അവന്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ. ഇവക്കെന്താ ബസ്സിൽ പോയാല്? രൂപേഷേട്ടാ, സൂക്ഷിച്ചു പോണേ. അഞ്ചുമോളെ പിടിച്ചിരിക്കും. ശരി. അവള് പോയ പോക്ക് കണ്ടില്ലേ. അവൾ അവന്റെ മോളൊന്നും അല്ലല്ലോ, ഭാര്യയുടെ അനിയത്തിയല്ലേ. ഏതായാലും ഇതധികം നാള് മുന്നോട്ട് പോവില്ല. ഒരച്ഛനും മോളും ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ശ്രേയ, അച്ഛനും മോളും കൂടി രാവിലെ ഇങ്ങോട്ട് പോയത്? അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയതാ. ഓ, അത് കൊള്ളാം. ഹോസ്പിറ്റലിൽ പോകുമ്പോ പേഷ്യന്റ് കൂടെ വേണ്ടേ? അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന്. ആരെങ്കിലും വന്ന് കാര്യം പറഞ്ഞാ മതി, മരുന്ന് തരാന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാ. ഓ, അങ്ങനെയാണോ? രോഗിയുടെ സ്വന്തക്കാരെ നോക്കി മരുന്ന് തരുന്ന ഡോക്ടറെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നെ. എന്താ ഡോക്ടറുടെ പേര്?
ഡോക്ടർ കുൽക്കർണി. അയാൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. ഞാൻ പോവുക. ഒന്ന് നിന്നേ. എന്നിട്ട് മരുന്നെവിടെ? ആ, ഒന്ന് നോക്കട്ടെ. വേണ്ട. നോക്കട്ടെ. താ. നീ എന്തിനാ അത് നോക്കുന്നേ? ഞാൻ തരാം. ആഹാ. ഓ, ഇതൊക്കെ ഭ്രാന്തിനുള്ള മരുന്നുകളാണോ? വൈറ്റമിൻ D3, പാരസെറ്റമോള്. കൊള്ളാം. മതി നോക്കിയത്. ഇപ്പൊ ഇത് കൊടുത്താ മതി. 2 ദിവസം കഴിഞ്ഞാലേ ഡോക്ടർ ഇങ്ങോട്ട് വന്ന് നോക്കിക്കോളാന്ന് പറഞ്ഞു. ഓ, അങ്ങനെ. പക്ഷേ ഇപ്പോഴത്തെ നിന്റെ അമ്മയുടെ ഭ്രാന്ത് മാറാൻ ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയ്ക്ക് ബാധയാ, പ്രേതബാധ. ആ, അതൊഴിപ്പിക്കാൻ നല്ല ചൂരൽ കഷായമാ നല്ലത്. എന്റെ അറിവിലെ ഇങ്ങനെയുള്ള ബാധയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരാളുണ്ട്, ഭൈരവൻ. അയാളെ വിളിപ്പിക്കാം. ആ, അയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാ ഈ ഒഴിയാത്ത ഏത് ബാധയും ഒഴിപ്പിക്കും. ആ, പിന്നെ രോഗിക്ക് കുറച്ച് അടിയൊക്കെ കൊള്ളേണ്ടി വരും. ആ, അത് സ്വാഭാവികമാണല്ലോ. ഒരു 5 അടിയോളം നീളമുള്ള വളഞ്ഞ ഒരു ചൂരൽ വടിയുണ്ട്. അത് തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കിയെടുത്താണ് പ്രയോഗം. ആദ്യത്തെ അടിക്ക് തന്നെ ഇത്തരം ബാധകളുടെ സർവ്വ ഏനക്കേടുകളും തീരും. ആ, പിന്നെ എങ്ങനെയെങ്കിലും ശരീരം വിട്ടു പോവാനുള്ള വെപ്രാളമായിരിക്കും. ആ ഭൈരവനെ വിളിക്കുന്നതാ ഇവിടെ നല്ലത്. ആ, ഏതായാലും ഞാൻ ഈ കാര്യം അമ്മയോട് പറയാം. അമ്മ തീരുമാനിക്കട്ടെ ബാക്കിയൊക്കെ. ശ്രേയേ, നിന്റെ അമ്മയ്ക്ക് ഒരു ഭ്രാന്തിന്റെ അസുഖവും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഒരു ഭ്രാന്ത് അഭിനയിക്കുന്നത് എന്തിനാണെന്നും എനിക്കറിയാം. ഈ ഭ്രാന്തിന്റെ മറവിൽ എന്നെയോ അമ്മയെയോ അപകടപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞങ്ങളെ ഇല്ലാതാക്കാനും. പക്ഷേ അതിന് വെച്ച വെള്ളം അങ്ങ് ഇറക്കി വെച്ചേക്കാൻ പറ നീ നിന്റെ അമ്മയോട്. നിന്റെ അമ്മയുടെ ഉദ്ദേശങ്ങളൊന്നും ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കുമ്പോ നടക്കില്ല. അവള് വിറ്റാമിൻ ടാബ്ലറ്റ്സുമായിട്ട് വന്നിരിക്കുന്നു ആളെ പറ്റിക്കാൻ. സൂക്ഷിച്ച ദുഃഖിക്കേണ്ടി വരില്ലെന്ന് പറഞ്ഞേക്ക് ആ നടന റാണിയോട്. പൊക്കോ.